ഇനി ആ ചന്ദ്രിക മുറിയിലേക്ക് ചെല്ലാതിരിക്കാൻ തടയണമല്ലോ. ഇത് ആർക്കാ ചന്ദ്രിക ഇഡലി എടുക്കുന്നേ? ഇത് ഏട്ടന് വേണ്ടി എടുത്തതാ. ഏട്ടത്തേക്കും ശിവാനിക്കുള്ളത് ദാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചന്ദ്രികെ, എന്താ ഏട്ടത്തി? ഞാനൊരു കാര്യം ചോദിച്ചാ നീ സമ്മതിക്കോ? എന്ത്? അശോകേട്ടനുമായിട്ട് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യ. പക്ഷേ ഇപ്പൊ വയ്യാതിരിക്കുന്നല്ലേ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ എന്റെ മോളുടെ അച്ഛനാ. ഈ ഇഡലി ഞാൻ കൊണ്ടുപോയി അശോകേട്ടന് കൊടുത്തോട്ടെ? അയ്യോ, അതിനെന്തിനാ ഏട്ടത്തി എന്നോട് അനുവാദം ചോദിക്കുന്നേ? ഏട്ടത്തിയല്ലേ ഇത് ചെയ്യേണ്ടത്. ഏട്ടത്തിക്ക് ഇങ്ങനൊരു മനമാറ്റം ഉണ്ടായതിൽ ഏട്ടന് വലിയ സന്തോഷാവും. ദാ പിടിക്ക്, കൊണ്ടുപോയി കൊടുക്ക്. ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അറിയുമ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നാ. ഇന്ന് അശോകേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് വീടിന് പുറത്ത് തുണി കഴുകലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അത് ചെയ്തോ. ഇരിക്കുന്നു. ഏട്ടത്തി, ഏട്ടന് കരിങ്ങാലി വെള്ളം കൊടുത്താ മതി. അത് ഞാനവിടെ പാത്രത്തിൽ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഏട്ടന്റെ മുറി ഒന്ന് വൃത്തിയാക്കട്ടെ. അല്ല, നീ മുറി വൃത്തിയാക്കാൻ പോവാണോ? പുറത്ത് വേറെ ജോലിയില്ല? ഏട്ടന്റെ മുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേ. അത് കഴിഞ്ഞ് തുണി കഴുകാൻ പോവാം.